ശ്രീമദ് ഭഗവത്ഗീത. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ അർജുനാകുന്ന പശുക്കിടാവിനെ കൊണ്ട് കുടിപ്പിച്ച് ഗോപാലനന്ദനായ ശ്രീകൃഷ്ണൻ കറന്നെടുത്ത പാലാണ് ഗീത എന്ന മഹത്തായ അമൃത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ മംഗളാചരണം, ഗീതാ മഹാത്മ്യം, ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായം എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥ മംഗളാചരണം. ഓം പാർത്ഥായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതിമഷ്ടദശാധ്യായിനീമാംബ ത്വമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദോഷിണീ. നമസ്തു തേ വ്യാസ വിശാലബുദ്ധി ഫുല്ലാരവിന്ദായ പത്രനേത്ര യേന ത്വയ ഭാരത തൈലപൂർണ പ്രജ്വാലിത ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ തോത്ര മൈത്രേകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണുരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഭീഷ്മദ്രോണാതട ജയദ്രഥജല കാന്താര നീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല അശ്വതാത്മവികർണ ഘോരമകാര ദുര്യോധനവർത്തിനി സോതീർണ ഖലു പാണ്ഡവേ രണനദി കൈവർത്ത കേശവ പാരാശര്യവജ സരോജമമലം ഗീതാർത്തനകേന്ദോത്ഖടം നാനാഘ്യനകേസരം ഹരികഥ സംബോധന ബോധിതം ലോകേ സജനഷ്ടപദൈര ഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രദം സിന ശ്രേയസേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുതാ സ്തുനന്തി ദിവ്യേ സ്തവ്യർ വേദേ സംഘപദക്രമോപനിഷദൈർഗായന്തീയം സമകം ധ്യാനവസ്ഥിത തൽഗതേന മനസാ പശ്യന്തീയം യോഗിനോ യസ്യന്തം ന വിദോ സുരാസുരഗണദേവായ തസ്മൈ നമഃ. അത ഗീതമഹാത്മ്യം. ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രേത പുമാൻ വിഷ്ണോ പദവാപ്നോതി ഭയശോകദിവർജിത. ഗീതാധ്യായ ശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സദ്നി ഹി പാപാനി പൂർവജന്മകൃതാനി ച. മലനിർമോചനം പുംസജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതഭാസി സ്നാനം സംസാരമലനാശനം. ഗീതാസു ഗീതകർത്തവ്യ കിമന്യേ ശസ്ത്രവിസ്തരീ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രദിനിസൃതം ഗീതഗംഗോദകം വിദ്വാ പുനർജന്മ ന വിദ്യതേ. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീത മേഘോ ദേവോ ദേവകീപുത്ര ഏവ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1. അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്ര ഉവാച. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ധർമ്മത്തിൻ്റെ വിളനിലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സാഹികളായി വന്നെത്തിയ എൻ്റെ ആൾക്കാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു? സഞ്ജയ ഉവാച. ദൃഷ്ട്വാ തു പാണ്ഡവനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമോ പ്രസംഗമ്യ രാജവചനം അബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അണിനിരന്നു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന രാജാവ് ദ്രോണാചാര്യൻ്റെ സമീപത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യം മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിക്ഷ്യേണ ധീമത. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദൃഷ്ടദ്യുമ്നൻ എന്ന പാഞ്ചാല രാജപുത്രൻ അണിനിരത്തിയിട്ടുള്ള ഈ പടുകൂറ്റൻ പാണ്ഡവ സൈന്യത്തെ കണ്ടാലും അത്ര ശുര മഹേഷസ ഭീമാർജുന സമായുധി യുയുധോനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ച കിദാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ
യുദ്ധമനുശ്ച വിക്രാന്ത ഉത്തമജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദയാശ്ച സർവ ഏവ മഹാരഥ. ആ സൈന്യത്തിൽ ശൗര്യ സമ്പന്നന്മാരും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും തുല്യന്മാരും ആയ വലിയ വില്ലാളികളാണ് ഉള്ളത്. സാത്വികി, വിരാടൻ, മഹാരഥനായ ദ്രുപദരാജാവ്, ദൃഷ്ടകേതു, ചേകിതാനൻ, വീരനായ കാശിരാജാവ് പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ, പരാക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, അഭിമന്യു, 5 പാഞ്ചാലിപുത്രന്മാർ എന്നിവരെല്ലാം അതാ നിൽക്കുന്നു. ഇവരെല്ലാം തന്നെ മഹാരഥന്മാരാണ്. അസ്മാകം തു വിശിഷ്ടായേതാൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ സംജാർത്ഥം താൻ ബ്രവീമിതാം ഭഗവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിജ്ഞയാ അശ്വതാത്മവികർണശ്ച സൗമദത്തിൻ തദൈവ ച അന്യേ ച ബഹവ ശൂരമദർത്തേ ത്യക്തജീവിത നാനാശാസ്ത്രപ്രഹരണ സർവേ യുധി വിശാരദ. അല്ലയോ ബ്രാഹ്മണോത്തമ, നമ്മുടെ പക്ഷത്തിലുള്ള വിശിഷ്ടന്മാരായ സേനാനായകന്മാരെ, അങ്ങയുടെ അറിവിനു വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഭീഷ്മർ, കർണൻ, യുദ്ധവിജയിയായ കൃപർ, അശ്വതാത്മാവ്, വികർണൻ, സോമദത്തിൻ്റെ മകനായ ദുര്യോത്സ്രവസ് എന്നിവരും മറ്റനേകം ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇവരെല്ലാം നാനാതരം ശസ്ത്രങ്ങളും മറ്റ് ആയുധങ്ങളും പ്രയോഗിക്കാൻ സമർത്ഥരും യുദ്ധവിദഗ്ധരുമാണ്. അപര്യാപ്തം തദാസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതാഷ്ടം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരാൽ എമ്പാടും രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപരിമിതവും ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ പാണ്ഡവ സൈന്യമാകട്ടെ പരിമിതവുമാകുന്നു. അയിനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. എല്ലാ വശങ്ങളിലും അവരവർക്ക് കൽപ്പിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മരെ തന്നെ നല്ലപോലെ രക്ഷിക്കണം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛ ശംഖം ദമൗ പ്രതാപവാൻ. കൗരന്മാരിൽ വെച്ച് വൃദ്ധനും പ്രതാപശാലിയുമായ ഭീഷ്മ പിതാമഹൻ ദുര്യോധന് സന്തോഷമുണ്ടാകത്തക്ക വിധം സിംഹനാദം മുഴക്കി ശംഖു വിളിച്ചു. തഥാ ശംഖാശ്ച ഭേര്യശ്ച പാണ്ഡവനാഗ ഗോമുഖ സഹസൈവാഹ്യനന്ദ സ ശബ്ദസ്തുമുലോ ഭവത്. ഉടനെ തന്നെ ശംഖുകൾ, ഭേരികൾ, പണവങ്ങൾ, ആനകങ്ങൾ, ഗോമുഖങ്ങൾ എന്നിവ ശബ്ദിക്കപ്പെട്ടു. ആ ശബ്ദം എല്ലാം കൂടിക്കലർന്ന് ഒരു ഭയങ്കര ശബ്ദമായി തീർന്നു. തഥാ സ്വേദർഹയർ യുക്തേ മഹദീ സന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ച ദിവ്യോ ശംഖോ പ്രദപ്മതു. അനന്തരം വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിൽ ഇരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനും അർജുനും ദിവ്യങ്ങളായ ശംഖുകൾ വിളിച്ചു. പാഞ്ചജന്യം ഹൃഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദമൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. പാഞ്ചജന്യം എന്ന ശംഖ് ശ്രീകൃഷ്ണനും ദേവദത്തം എന്ന ശംഖ് അർജുനനും വിളിച്ചു. ഭയങ്കര കൃത്യങ്ങൾ ചെയ്യുന്ന ഭീമൻ പൗണ്ഡ്രം എന്ന വലിയ ശംഖ് വിളിച്ചു. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നകുലൻ സുഘോഷം എന്ന ശംഖും സഹദേവൻ മണിപുഷ്പം എന്ന ശംഖും വിളിച്ചു. കാശശ്ച പരമേശ്വസ ശിഖണ്ഡി ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിടാശ്ച സാത്യകിശ്ച പരാജിത. ദ്രുപദോ ദ്രൗപദേശ്ച സർവശ്ച പ്രതിവിപതി സൗപുരശ്ച മഹാബാഹു ശങ്കാൻ ദമ്മു പൃഥക് പൃഥക്. വില്ലാളികളിൽ മുമ്പനായ കാശിരാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാട രാജാവ്, തോൽക്കാത്ത സാത്വകി, ദ്രുപദ രാജാവ്, പാഞ്ചാലി പുത്രന്മാർ, നീണ്ട കൈകളുള്ള സുഭദ്രാപുത്രനായ അഭിമന്യു എന്നിവരെല്ലാം വേറെ വേറെ ശംഖനാദം മുഴക്കി. സഘോഷ ധാർത്തരാഷ്ട്രണാം ഹൃദയാനി വൃതാരയത് നഭശ്ച പൃഥിവീം ചൈവ ത്രിമൂലോം ഫിന്നുദായതൻ. ഭയങ്കരനായ ആ ശംഖഘോഷം ആകാശത്തെയും ഭൂമിയെയും ആറ്റുള്ളി കൊള്ളിച്ചുകൊണ്ട് ദുര്യോധനാദികളുടെ ഹൃദയങ്ങളെ പിളർന്നു. അതാ വ്യവസ്ഥിതൻ ദൃഷ്ട ധാർത്തരാഷ്ട്രൻ കപിതജ പ്രവൃത്തെ ശാസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവ
ഋഷികേശം തഥാ വാക്യമിതമാഹ മഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമമധ്യേ രഥം സ്ഥാപയാമേ സ്ത്യുത. മഹാരാജാവേ, അപ്പോൾ അണിനിരന്നു നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് ഹനുമാനായ കൊടിയടയാളമുള്ള അർജുനൻ ശാസ്ത്രപ്രയോഗം ആരംഭിക്കേണ്ട സമയത്ത് ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അച്യുത, എൻ്റെ തേര് രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തുക. യാവദേവതാൻ നിരീക്ഷേഹം യോധു കാമനാവസ്ഥിതാൻ കൈകർമ്മയാ സഹ യോധവ്യമസ്യൻ രണസമുദ്യമേ. യുദ്ധം ചെയ്യാൻ കൊതിച്ചു അണിനിരന്നു നിൽക്കുന്ന ഇവിടെ ഞാനൊന്നു കാണട്ടെ. ഈ യുദ്ധത്തിൽ എനിക്ക് ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കട്ടെ. യോത്സ്യമാം ജ്ഞാനവേക്ഷേം ഹംയ ഏതേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധരേധ്യോ പ്രിയ ചികിത്സവ. ദുർബുദ്ധിയായ ദുര്യോധനനെ യുദ്ധത്തിൽ പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നതുവരെ ഞാനൊന്ന് കാണട്ടെ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷികേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപിതോ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷ്ടം ച മഹീക്ഷിത ഉവാച പാർത്ഥ്യ പശ്യതാൻ സമവേദാൻ കുരുനീതി. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠമായ തേര് സൈന്യങ്ങളുടെ ഇടയിൽ നിർത്തി ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ വെച്ച്, അർജുന, ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ കുരുസൈന്യത്തെ കണ്ടാലും എന്ന് പറഞ്ഞു. തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹൻ ആചാര്യൻ മാതുലാൻ ഭ്രാത്യൻ പുത്രാൻ പൗത്രാൻ സഖ്യസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചവ സേനയോരുഭയോരപി താൻ സമീക്ഷ സ കൗന്ദയാ സർവാൻ ബന്ധുനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീതന്യത ബ്രഹ്മ. അവിടെ നിൽക്കുന്ന അച്ഛന്മാർ, മുത്തച്ഛന്മാർ, ആചാര്യന്മാർ, അമ്മമാർ, സഹോദരന്മാർ, മക്കൾ, മക്കളുടെ മക്കൾ, മിത്രങ്ങൾ, ശ്വശുരന്മാർ, സുഹൃത്തുക്കൾ എന്നിവരെ അർജുനൻ രണ്ട് സൈന്യങ്ങളിലും കണ്ടു. അവിടെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ആ എല്ലാ ബന്ധുക്കളെയും കണ്ടിട്ട് അർജുനൻ വല്ലാത്ത കൃപാവേശത്താൽ വിഷണ്ണനായി ഇപ്രകാരം പറഞ്ഞു. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സം സമുപ്രസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുക്ഷ്യാദി വ്യാപതുശ്ച ശരീരേ മേം രോമഹർഷാസ്യ ജായതേ. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നെത്തിയ ഈ സജ്ജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, വായ വരളുന്നു, എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഗാന്ധീവം സംസതി ഹസ്താത്വക് ചൈവ പരിദഹ്യതേ നാച്ച ശഗ്നോമവാസ്തുതും ഭ്രമദീവച്ഛമന. ഗാന്ധീവ ധനസ് കയ്യിൽ നിന്ന് ഉയർന്നു വീഴുന്നു. എൻ്റെ ശരീരത്തിലെ ചർമ്മം ചുട്ടുപൊള്ളുന്നു. എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സും വട്ടം തിരിയുന്നത് പോലെ തോന്നുന്നു. നിമിത്താനി ച പശ്യാമി വിറിതാനി കേശവ നാച്ച ശ്രേയോനോ പശ്യാമി ഹത്തോ സ്വജനമഹാവേ. ഹേ കേശവ, വിപരീതങ്ങളായ ദുർനിമിത്തങ്ങൾ കാണുന്നു. യുദ്ധത്തിൽ സ്വജനങ്ങളെ നിഗ്രഹിച്ചിട്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേനൈവ. യേഷമർത്യേ കാംക്ഷിതം നോ രാജ്യ ഭോഗ സുഖാനി ച താ ഇമേ വസ്ഥിതാ യുദ്ധേ പ്രാണസ്ത്യക്ത ധനാനി ച ആചാര്യ പിതര പുത്രസ്തൈവ ച പിതാമഹ മാതുല ശ്വശുര പൗത്ര ശാല സംബന്ധിനസ്തദാ. ഹേ കൃഷ്ണ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. രാജ്യവും സുഖങ്ങളും ഞാൻ കൊതിക്കുന്നില്ല. എനിക്കു രാജ്യം കൊണ്ട് എന്തു കാര്യം? സുഖാനുഭവങ്ങളെ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും എന്ത് പ്രയോജനമാണുള്ളത്? ആർക്കു വേണ്ടിയാണോ രാജ്യവും സുഖാനുഭവങ്ങളും സുഖസാമഗ്രികളും നാം ആഗ്രഹിച്ചിരുന്നത്, ഇവർ പ്രാണങ്ങളെയും ധനങ്ങളെയും ഉപേക്ഷിച്ചു യുദ്ധം ചെയ്യാൻ നേരിട്ടു നിൽക്കുന്നു. ആചാര്യന്മാർ, അച്ഛന്മാർ, മക്കൾ, മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, മക്കളുടെ മക്കൾ, അളിയന്മാർ, മറ്റു ചാർച്ചക്കാർ എന്നിവരൊക്കെയാണ് വന്നു നിൽക്കുന്നത്. ഏതാന്ന ഹന്തുമിച്ഛാമി ജ്ഞോതിപി മധുസൂദന അപ്പി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം നോ മഹീകൃതേ. ഇവർ എന്നെ കൊല്ലുന്നവരാണെങ്കിലും 3 ലോകത്തിൻ്റെയും ആധിപത്യത്തിനു വേണ്ടി പോലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല.
ഭൂമിയുടെ ആധിപത്യത്തിനു വേണ്ടിയുള്ള കഥ പിന്നെ പറയാനുണ്ടോ? നിഹത്യ ധാർത്തരാഷ്ട്രന്ന കാക് പ്രീതി സാ ജനാർദ്ദന പാപമേവാശ്രയതസ്മാൻ ഹത്യധനാദായിന. അല്ലയോ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്തു സന്തോഷമാണ് ഉണ്ടാവുക? ഇങ്ങോട്ട് കൊല്ലാൻ വന്നിട്ടുള്ളവരാണെങ്കിലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെ കൊന്നാൽ പാപം തന്നെയാണ് നമ്മെ പിടികൂടുക. തസ്മാനർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രൻ സാമ്പന്തവൻ സ്വജനം ഹി കഥം ഹത്വ സുഖിന ശ്യാമ മാധവ. അതുകൊണ്ട് സ്വന്തം ബന്ധുക്കളായ ധർമ്മരാഷ്ട്രന്മാരെ നിഗ്രഹിക്കുന്നത് നമുക്ക് ഉചിതമല്ല. ഹേ മാധവ, സ്വജനങ്ങളെ കൊന്നിട്ട് നമുക്കെങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയും? യദ്യപദേ ന പശ്യന്തി ലോഹോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം പിതൃദ്രോഹി ച കാപാതകം കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മൈനി വർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യ ജനാർദ്ദന. ഹേ ജനാർദ്ദന, രാജ്യലോഭം കൊണ്ടും ബുദ്ധി നശിച്ച ഇവർ കുലം നശിപ്പിച്ചാലുണ്ടാകുന്ന ദോഷവും മിത്രങ്ങളെ ദ്രോഹിച്ചാലുണ്ടാകുന്ന പാപവും അറിയുന്നില്ല. എങ്കിലും കുലക്ഷയത്തിലുണ്ടാകുന്ന ദോഷം നല്ലവണ്ണം അറിയുന്ന നമ്മൾ ഈ പാപകൃത്യത്തിൽ നിന്നും എങ്ങനെ പിന്തിരിയാതിരിക്കും? കുലക്ഷയേ പ്രാണശന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലേ കുൽസനധർമ്മോ വിവസ്തുത. കുലം നശിച്ചാൽ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ തീരെ നശിച്ചു പോകും. ധർമ്മം നശിച്ചാൽ മുഴുവൻ കുലത്തെ തന്നെ അധർമ്മം ബാധിക്കും. അധർമാഭിഭവാത് കൃഷ്ണ പ്രദ്യുഷ്യാന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷണേയ ജായതേ വർണ്ണസങ്കര. വൃഷ്ണിവംശജനായ കൃഷ്ണ, അധർമ്മത്തിൻ്റെ ആക്രമണം ഉണ്ടായാൽ കുലസ്ത്രീകൾ തീരെ ദുഷിക്കും. സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണങ്ങൾ തമ്മിൽ കലർന്നു പോകും. ശങ്കരോ നാരകൈവ കുലജ്ഞാനം കുലസ്യച്ച പതന്തി പീതരോ ഹേഷ്യം ലുപ്ത പിണ്ടോദകക്രിയ. വർണ്ണസങ്കരമുണ്ടായാൽ അത് കുലത്തെയും കുലം നശിപ്പിച്ചവരെയും നരകത്തിൽ വീഴ്ത്തുന്നു. ഇവരുടെ പിതൃക്കൾ പിണ്ടവും ഉദകക്രിയയ്ക്കും ലഭിക്കാതെ അധപതിക്കുന്നു. ദോഷേരതേ കുലജ്ഞാനം വർണ്ണസങ്കരകാരകേ ഉത്സാദിത്യ ജാതിധർമ്മ കുലധർമ്മശ്ച ശാശ്വത. കുലം നശിപ്പിക്കുന്നവരുടെ വർണ്ണസങ്കരമുണ്ടാക്കുന്ന ഈ ദോഷങ്ങൾ നിത്യങ്ങളായ ജാതിധർമ്മങ്ങളെയും കുലധർമ്മങ്ങളെയും നശിപ്പിക്കുന്നു. ഉത്സന്ന കുലധർമ്മണാം മനുഷ്യാണം ജനാർദ്ദന നരകേ നിയതം വാസു ഭവതിത്യുശ്രുശ്രുമ. കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് നരകത്തിൽ അനിശ്ചിതകാലം വസിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പരമ്പരയായി കേൾക്കുന്നു. അഹോബദ മഹത് പാപം കർത്തും വ്യവസ്ഥിതമയം യാദൃജ്യ സുഖലോഭേന ഹന്തും സ്വജനമുത്യുത. അയ്യോ കഷ്ടം! വലിയ പാപം ചെയ്യുവാനാണ് ഞങ്ങൾ മുതിർന്നത്. രാജ്യസുഖം കൊതിച്ചു സ്വജനങ്ങളെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടുവല്ലോ. യതി മാമ പ്രതീകാരശാസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രരണേ ഹസ്തിനസ്തമേം ക്ഷേമതരം ഭവേത്. യുദ്ധത്തിൽ എതിർത്തു നിൽക്കാതെ ആയുധങ്ങൾ ഉപേക്ഷിച്ച എന്നെ ആയുധങ്ങൾ ധരിച്ച ദുര്യോധനാദികൾ നിഗ്രഹിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കൂടുതൽ നന്മയുണ്ടാവുക. സഞ്ജയ ഉവാച ഏവമുക്ത അർജുന സാഗ്യം രഥോപസ്ഥ ഉപാവിസൃത് വിസൃജ്യ സസരം ചാപം ശോക സംവിഘ്നമാനസ. സഞ്ജയൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ അർജുനൻ അമ്പും വില്ലും ഉപേക്ഷിച്ച് ദുഃഖത്താലുണ്ടാകുന്ന ഭയസംഭ്രമങ്ങളോട് കൂടിയവനായിട്ട് യുദ്ധഭൂമിയിൽ തേർത്തട്ടിൽ ഇരുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാനുപനിഷത്ത് ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോ അധ്യായ സമാപ്ത. അർജുന വിഷാദയോഗം എന്ന ഒരു അധ്യായം കഴിഞ്ഞു.